92.3 മലയാളം FM. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് നമ്മുടെയൊക്കെ ഏറെ പ്രിയപ്പെട്ട ഗായിക മിൻമിനി. നമസ്കാരം മാഡം. നമസ്കാരം. സ്വതസിദ്ധമായ ആലാപന ശൈലി കൊണ്ടും ശബ്ദ സൗകുമാര്യം കൊണ്ടും നമ്മളെയെല്ലാം സംഗീതത്തിൻ്റെ വേറെ ഒരു ലെവലിലേക്ക് എത്തിച്ച ഗായികയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലായി ഒട്ടേറെ ഗാനങ്ങൾ പാടിക്കഴിഞ്ഞു അല്ലേ? എത്ര ഗാനങ്ങൾ പാടിയിട്ടുണ്ടാവും ഇപ്പോൾ? അങ്ങനെ ഒരു നമ്പർ വേണമെങ്കിൽ വെറുതെ ഒരു നമ്പർ പറയാം, പക്ഷെ ചിലപ്പോൾ കുറയാം, ചിലപ്പോൾ കൂടാം. അതെ അതെ, എന്തായാലും മോർ ദാൻ 2000 സോങ്സ്. ഞാൻ ചെന്നൈയിലേക്ക് പോകുന്നതിന് മുന്നേ എറണാകുളം അവിടെ ആയിരുന്നു കൂടുതൽ പാടിയിരുന്നത് നാട്ടിൽ. അപ്പോൾ ആ സമയത്ത് 84 മുതൽ ഞാൻ റെക്കോർഡിങ്സ് പാടുന്നുണ്ട്. അപ്പോൾ മിക്ക ദിവസങ്ങളിലും തന്നെ റെക്കോർഡിങ്സ് ഉണ്ടാവും. അപ്പോൾ ചില ദിവസം 5 പാട്ട്, ചിലപ്പോൾ 6 പാട്ട്, ചിലപ്പോൾ അതിൽ കൂടുതലാവാം, ചിലപ്പോൾ 10-12 പാട്ടുകൾ വരെ പാടിയ ദിവസങ്ങളുണ്ട്. എല്ലാ ദിവസവും അല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചെന്നൈക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട്. ക്രിസ്ത്യൻ ഡിവോഷണൽസും ഹിന്ദു ഡിവോഷണൽസും മുസ്ലിം സോങ്സും ഡ്രാമ സോങ്സ്. അപ്പം അതുകൊണ്ട് ഈ കണക്ക് ശരിയായിരിക്കുമോ എന്നറിയില്ല, എനിക്കറിയില്ല. എന്തായാലും കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കും മുമ്പ് വളരെ എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. അതായത് നവംബർ 22-ന് ഇവിടെ വില്യംസ് ടൗൺ ഹാളിൽ മിൻമിനി നടത്തുന്ന നല്ലൊരു സംഗീത വിരുന്ന് ഞങ്ങൾ മലയാളികൾക്ക് മാത്രമല്ല, തമിഴ്, തെലുങ്ക് എല്ലാവർക്കും ആസ്വദിക്കാനായിട്ട് അല്ലേ? മെൽബൺ നിവാസികൾ ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം ഒരുപാട് നല്ല പ്രഗത്ഭരായ കലാകാരന്മാരുണ്ട്. എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. അതെ അതെ അതെ, ഭയങ്കര സന്തോഷമാണ് എനിക്കും. അതെ അതെ, നമ്മൾ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനിൽ പാടിയ ഒരു പാട്ടുണ്ടല്ലോ, വലംബരി ശങ്കിൽ, അത് രവീന്ദ്രൻ മാഷിന്റെ സംഗീതത്തില്. ആ പാട്ട് എനിക്ക് എത്ര തവണ കേട്ടിട്ടും അത്രമാത്രം ഒരു എൻജോയബിൾ സോങ് ആണത്. അതിന്റെ ഒരു 2 വരിയോടുകൂടി നമുക്ക് ഇത് തുടങ്ങിയാലോ? സന്തോഷം. ഒരു നല്ലൊരു സംഗീത കുടുംബത്തിലേക്കാണ് ജനിച്ചത്. അച്ഛനും അമ്മയും സഹോദരിമാരെല്ലാം നല്ല പാട്ടുകാരായിരുന്നു. അതുപോലെ തന്നെ മാമിന് നല്ലൊരു സപ്പോർട്ടും ഒരു മെന്റേഴ്സ് ആയിരുന്നു അവരെല്ലാവരും അല്ലേ? ചെറുപ്പത്തിലെ, അതായത് ജാനകി അമ്മ, സുശീല അമ്മ, ഇവരുടെയൊക്കെ പാട്ടുകൾ കേട്ടാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൻ്റെ എല്ലാം കറക്ഷൻസ് തരികയും നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പച്ചനാണ് ഇങ്ങനെ ഒരു കലാകാരിയെ ഞങ്ങൾക്ക് സമ്മാനിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കി. തീർച്ചയായിട്ടും അല്ലേ? അപ്പോ ആ അപ്പച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ, അപ്പച്ചനിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു അപ്പച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പാട്ടുണ്ടാവും. എല്ലാ പാട്ടും അപ്പച്ചൻ ഇരുന്ന് പഠിപ്പിച്ച പാട്ടുകളാണ്. റെക്കോർഡിങ്സിന് പാടുന്നത് ഒഴിച്ച് എല്ലാ സിനിമാ പാട്ടുകളും പ്രാക്ടീസ് ചെയ്യുന്ന അവസരത്തിലെല്ലാം അപ്പച്ചൻ കൂടെ ഉണ്ടാവും. എസ്പെഷ്യലി ഈ വലംബിരി ശങ്കിൽ എന്നുള്ള പാട്ട് അന്ന് ഞങ്ങളുടെ വീട്ടിൽ, അത് വായിച്ച് കാണും, പല ഇൻ്റർവ്യൂസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ല അന്ന്. അപ്പോൾ
എന്താ പറയുക, വയറിംഗ് എല്ലാം കഴിഞ്ഞ് കിടക്കുന്ന വീടാണ്. പക്ഷെ ഞങ്ങളൊരു ഗ്രാമപ്രദേശത്ത്, അപ്പോൾ കുറച്ച് വീടുകളിൽ മുന്നേ വരെ ലൈറ്റുള്ളൂ, കറണ്ടുള്ളൂ, കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് കണക്ഷൻ കിട്ടും എന്നിങ്ങനെ നോക്കിയിരിക്കണമല്ലാതെ ഇല്ല. അപ്പോൾ അങ്ങനെ മുകളിലെ വീട്ടിൽ പാട്ട് വെച്ചിട്ട് അവിടെ ഇരുന്ന് നമ്മുടെ വീട്ടിലിരിക്കും ഞങ്ങൾ. അപ്പോൾ ആ ചേട്ടന്മാരവിടെ ഉറക്ക പാട്ട് വയ്ക്കും, ഞങ്ങൾ അത് കേട്ട് പഠിക്കും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പഠിച്ച പാട്ടാണ് വലംപിരി ശങ്കിൽ. അപ്പോൾ ആദ്യം ആ ആൽബത്തിലെ മാമാങ്കം എന്നുള്ള പാട്ട് പഠിച്ചു. പിന്നെ അരയന്നമ്മേ എന്നുള്ള പാട്ട് പഠിച്ചു. അരയന്നമേ ആരോമലേ ദമയന്തിക്കായി ദൂതുമായി പോകയോ. അതാണ് ആ പാട്ട്. നല്ല പാട്ടാണ്, ഭയങ്കര നല്ല സോങ്ങാണ്. പക്ഷെ ആ പാട്ടിന് ഒരു ഹമ്മിങ് ഇല്ല. അപ്പം അപ്പച്ചൻ ഇങ്ങനെ ആഗ്രഹിച്ചു ഒരു ഹമ്മിങ്ങും കൂടിയുള്ളൊരു പാട്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ആ വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ള പാട്ടുകളും കൂടി അപ്പച്ചൻ സെർച്ച് ചെയ്തപ്പോൾ വലംപിരി ശങ്കിൽ കിട്ടി. അങ്ങനെയാണ് അപ്പച്ചൻ എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞാനന്ന് 10th പഠിക്കുക, ക്ലാസിക്കൽ പഠിച്ചിട്ടില്ല. പക്ഷെ അതിന് മുന്നേ എനിക്ക് ക്ലാസിക്കൽ പാട്ടുകളൊക്കെ ഞാൻ പാടി, അങ്ങനെ ഒരു പ്രാക്ടീസൊക്കെ ഉണ്ട്. നമ്മുടെ അവിടെ ഒരു ബാലെ തൃപ്പൂണിത്തുറ ഒരു ബാലെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പാട്ടുകളൊക്കെ ഭയങ്കര ഹെവി സോങ്സ് ആണ്. അതൊക്കെ ഞാൻ പാടുമായിരുന്നു ചെറുതിലെ, 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം. ആ ഒരു കോച്ചിങ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കീർത്തനങ്ങളൊന്നും എനിക്കറിയില്ല. അവരാ ക്ലാസിക്കൽ ബേസ്ഡ് സോങ്സ് എല്ലാം, ബാലെ അങ്ങനെയല്ലേ, എല്ലാം പാട്ടിലൂടെയാണല്ലോ. സ്റ്റേജിൽ അവര് ആക്ട് ചെയ്യുന്നതെല്ലാം നമ്മൾ പിന്നണിയിലിരുന്ന് പാടുന്നതാണ് ജനങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കോച്ചിങ് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഈ പാട്ട് ഇത്രയും ഭയങ്കര ഒരു ഹെവി സോങ് എന്നോട് എങ്ങനെ പഠിക്കാൻ പറയും എന്നുള്ളൊരു വിഷമം അപ്പച്ചനുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോനെ ഈ പാട്ടായിരിക്കും, മോനെ എന്നാ എന്നെ വിളിക്കുക, ഞങ്ങളെല്ലാവരെയും അങ്ങനെ വിളിക്കുക. അപ്പോൾ ഈ പാട്ട് പഠിച്ചാൽ നല്ലതായിരിക്കും, മോനിതൊന്ന് ശ്രമിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അപ്പം അവിടെ അവർ ഓൺ ചെയ്യും, ഞാനിവിടെ ഇരുന്ന് കേൾക്കും. 3-4 പ്രാവശ്യം കേട്ടപ്പോഴേക്കും ഞാൻ പാട്ട് പഠിച്ചു. അതെങ്ങനെ പഠിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കഴിവ് എന്നതിലുപരി അതൊരു ബ്ലെസ്സിങ് ആണ്. തീർച്ചയായും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം അത് ഞാൻ അതിനു വേണ്ടി കഷ്ടപ്പെടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. അന്നൊന്നും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഏത് പാട്ട് കിട്ടിയാലും അയ്യോ ഇത് ഇങ്ങനെ, ഇപ്പം ഞാൻ ചിന്തിക്കും അങ്ങനെ. പക്ഷെ അന്ന് അങ്ങനെ ഇല്ല. അതാണ്, നമ്മൾ അറിവ് കൂടും തോറും നമ്മൾക്ക് ഭയം കൂടും എന്ന് പറഞ്ഞ്. സത്യമാണ് എന്ന് വെച്ചാൽ ഒന്നും അറിയില്ല. അപ്പൊ പഠിക്കാൻ പറയും, പഠിക്കും, പാടും. അതെ. ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും എന്നെ സംബന്ധിക്കുന്ന വിഷയമേ അല്ല. ശരിയാക്കിയിട്ടേ അപ്പച്ചൻ പുറത്തേക്ക് വിടുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പച്ചൻ അത്രയും നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും, അത്രയും തവണകൾ ഇങ്ങനെ പാടിക്കും. കഷ്ടപ്പെടുന്ന പോലെ ഒന്നും പാടിക്കില്ല. പക്ഷെ ഒരു ദിവസം എത്രത്തോളം നമ്മൾ പാടിയാൽ ശരിയാവും എന്നുള്ളത് ആൾക്കറിയാം. അപ്പം അതാണ് അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു അതുപോലെ വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം റെക്കോർഡിങ്സിനായാൽ തന്നെ ഏത് പാട്ടാണ് ഓർക്കണമെന്ന് ചോദിച്ചില്ലേ അപ്പച്ചനെ കേൾക്കുമ്പോൾ, ഞാൻ അപ്പച്ചൻ എൻ്റെ കൂടെ ഉള്ളപ്പോഴൊക്കെ ഞാൻ പാടിയ പാട്ടുകളെല്ലാം അപ്പച്ചൻ്റെയും കൂടി ഒരു കയ്യൊപ്പ് അതിലുണ്ടാവും. കാരണം അന്നൊക്കെ എല്ലാ വാക്കുകളുടെയും അർത്ഥം നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, മലയാളം ആയാൽ പോലും. അപ്പോൾ അപ്പച്ചൻ ആദ്യം ലിറിക്സ് വായിച്ചിട്ട് അതിൻ്റെ ഓരോ അർത്ഥം എനിക്ക് പറഞ്ഞു തരും. ഈ വരികളിൽ ഇന്ന പോലെ എക്സ്പ്രഷനാണ് വരണ്ടേ എന്നുള്ളത് അങ്ങനെ എല്ലാവരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അപ്പച്ചൻ പറഞ്ഞു തരും. അപ്പോൾ ഏത് പാട്ടാണ് ഞാൻ ഓർക്കുക അപ്പച്ചനെ കുറിച്ച് പറയുമ്പോൾ? അങ്ങനെ ഒരു പാട്ടായിട്ട് എനിക്ക് ഓർക്കാനില്ല. എൻ്റെ പാട്ട് തന്നെ അപ്പച്ചനാ. പാട്ട് എന്ന് പറയുമ്പോൾ തന്നെ അപ്പച്ചനാണ്. തീർച്ചയായിട്ടും.
നമുക്ക് അവിടെ നിന്ന് CSC അല്ലെ, കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, അവിടെ എത്തിപ്പെട്ടത് ജീവിതത്തിൽ ഒരു വലിയൊരു വഴിത്തിരിവായിരുന്നു അല്ലെ. ഒരുപാട് പ്രഗത്ഭരായ സംഗീതജ്ഞരെ മീറ്റ് ചെയ്യാനും അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാനും അവരിൽ നിന്നെല്ലാം ഗുരുമുഖങ്ങളിൽ നിന്നെല്ലാം ഒരു ട്രെയിനിങ് അല്ലെ. അപ്പം നമ്മൾ ക്ലാസ് മുറിയിൽ ഇപ്പം സംഗീതം പഠിക്കാനായിട്ട് ഒരു ക്ലാസ് മുറിയിൽ ചെന്നിരുന്ന് നമ്മൾ പഠിക്കുന്നതിനേക്കാൾ ഉപരിയാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട്, അതും ഇത്ര പ്രഗത്ഭരായ ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് നമ്മൾ കറക്ഷൻസ്, അതുപോലെ ഇങ്ങനെയുള്ള എങ്ങനെ അതിൽ ഭാവം കൊടുക്കണം, അല്ലെങ്കിൽ ഈ രാഗം എങ്ങനെയാണ് പാടേണ്ടത്, എങ്ങനെ അത് അങ്ങനെ അതൊരു സത്യമല്ലേ അത്? ആണ്. എന്ന് വെച്ചാൽ ഞാൻ ക്ലാസിക്കൽ കർണാടക സംഗീതം എനിക്ക് പഠിക്കാനായിട്ട് RLV കോളേജിൽ എന്നെ കൊണ്ടുവന്ന് ചേർത്തു. പക്ഷേ ഒരു മാസത്തിൽ 1-2 ക്ലാസ്സുകൾ മാത്രമേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം അത്ര അവിടുത്തെ അറ്റൻഡൻസ് എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും ഞാൻ എത്ര ദിവസം ചെന്നിട്ടുണ്ട്. മൊത്തത്തിൽ 30 ദിവസമായിരിക്കും ഞാൻ ചെന്നിട്ടുള്ളത്. അത്രയും എന്താ പറയുക, ക്ലാസ്സിൽ കയറാതെ ഇരുന്ന ആളാണ് ഞാൻ. അത് ഉഴപ്പി നടന്നതല്ല, എല്ലാം ഇങ്ങനെ സംഗീതത്തിലൂടെ തന്നെയായിരുന്നു. എല്ലാ ദിവസവും റെക്കോർഡിംഗ് ഉണ്ടാവും, സ്റ്റുഡിയോ ചെല്ലും. അപ്പം അപ്പച്ചന് വിഷമം ഉണ്ടായിരുന്നു എനിക്ക് ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം. പക്ഷെ അതിലേറെ അപ്പച്ചനെ ആനന്ദിപ്പിച്ചിരുന്ന കാര്യങ്ങൾ എന്ന് പറയാൻ, ഇതേ രശ്മി പറഞ്ഞ പോലെ പ്രഗത്ഭരായ സംഗീതജ്ഞരോടൊപ്പം വർക്ക് ചെയ്യുക, അവരുടെ സംഗീതം എനിക്ക് പകർന്നു തരിക, ഞാനത് അതേപോലെ അനുസരിച്ച് പാടുക എന്നൊക്കെ ഉള്ളത് അന്നൊന്നും എനിക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടായില്ല. പാടിത്തരുന്നു, ഞാൻ പഠിക്കുന്നു, പാടുന്നു, അത്ര അല്ലാതെ ഇത് ഇത്രയും മഹത് വ്യക്തികളാണ് എന്നോടൊപ്പം, ഞാൻ ഇവരോടൊപ്പം വർക്ക് ചെയ്യാണ്, ഇതൊന്നും എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ചിന്തയിലില്ലാത്ത കാര്യങ്ങളാണതെല്ലാം. എൻ്റെ ചിന്തയിലാകെ പാട്ട് പഠിക്കണം, പാടണം, വൃത്തിയായിട്ട് പാടണം, അത്രയേ ഉള്ളൂ. CSCയിൽ കലവൂർ ബാലൻ സാർ അല്ലേ, മാമിനെ മകളെ പോലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിരുന്ന സാറായിരുന്നു. അതെ, CSCയിലല്ല, ബാലൻ സാറ് സത്യത്തിൽ ഇൻഡിപെൻഡൻ്റ് ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹം ഒത്തിരി നാടകങ്ങൾക്ക് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ CSCയിലെ മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ജെറിയമിൽ ദേവ് സാറ്, ജോബാൻ ജോർജ്, മാനുവൽ ഏട്ടൻ, ലിപ്സൺ ചേട്ടൻ, ബേണി ഇഗ്നേഷ്യസ്, ഇവരൊക്കെ ആയിരുന്നു അന്ന് CSC എന്നുള്ള ആ ഒരു കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എന്ന ആ ക്ലബിലുള്ള അവരോട് ചേർന്ന് നിൽക്കുന്ന മ്യൂസീഷ്യൻസ്, മ്യൂസിക് ഡയറക്ടേഴ്സ് ഇവരായിരുന്നു. ബാലമാഷ് പുറത്ത് നിന്നുള്ള ആളാണ്. മാഷിൻ്റെ വർക്കുകൾ CSCയിലുണ്ടായിട്ടുണ്ട്, കലാഭവനിലുണ്ടായിട്ടുണ്ട്, ആലാപിലുണ്ടായിട്ടുണ്ട്, പിരമിഡ് സ്റ്റുഡിയോയിലുണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഏത് സ്റ്റുഡിയോ ആണോ അവൈലബിൾ അവിടെയൊക്കെ നമ്മൾ പോയി പാടണം, അത്രയേ ഉള്ളൂ. പക്ഷേ ഏതൊക്കെ റെക്കോർഡിങ്സിന് മാഷിനോടൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടോ, അപ്പം മാഷിന് ഞാനിങ്ങനെ പാടിത്തരുന്നതെല്ലാം കറക്റ്റായിട്ട് പാടുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് വരണം എന്നുള്ളത് പിന്നെ വേറെ സംഗതികൾ പറഞ്ഞു തരും. ഞാനിതൊക്കെ ഇങ്ങനെ പാടും, അപ്പം ഞാൻ പാടിക്കൊണ്ടേയിരിക്കും. എനിക്കതൊന്നും ബുദ്ധിമുട്ടായിരുന്നില്ല അന്ന്. അല്ല, അതൊക്കെ ഒരു പഠിക്കാനുള്ള ഒരു മേഖലയായി കണ്ടു അല്ലേ? അതുമില്ല, എൻ്റെ ചിന്തയിൽ ഇതൊന്നുമില്ല. എനിക്കറിയില്ല അത്. എന്ന് വെച്ചാ ഇപ്പൊ ചോദ്യങ്ങൾ ഇങ്ങനെ വരുമ്പോഴാണ് ഇതിങ്ങനെ, അന്നൊന്നും ഇതൊന്നും ഇല്ല എൻ്റെ ചിന്തയില്. ഞാൻ പാടുന്നു, അവര് പഠിപ്പിക്കുന്നു, ഞാൻ പാടുന്നു, അത്രേ ഉള്ളൂ. ബാലൻ സാറിന്റെ പാട്ടുകളെല്ലാം ചലഞ്ചിങ് ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതില് വളരെ ചലഞ്ചിങ് ആയിട്ട് തോന്നി എന്നാൽ പഠിച്ചെടുത്ത ഒരു ഗാനം? എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ തുളസി, കൃഷ്ണ തുളസി അല്ലെ, അത് നിങ്ങൾ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സിമ്പിളാണെന്ന് ഞാൻ പറയും. എന്ന് വെച്ചാൽ അതിലും ഡിഫിക്കൽട്ടി സോങ്സ് ഒക്കെ ഞാൻ പാടിയിട്ടുണ്ട്. ഭയങ്കര പാട്ടുകളുണ്ട് സാറിൻ്റെ. അതുപോലെ ഒരു മലയാളം ഗസൽ എന്ന് പറഞ്ഞിട്ടൊരു
കുറച്ച് പാട്ടുകൾ സാർ കമ്പോസ് ചെയ്തിരുന്നു. ഓക്കെ RK ദാസ് എന്നാണ് എൻ്റെ പ്രൊഡ്യൂസറുടെ പേര്. ഓക്കെ. പക്ഷെ ആ പാട്ടുകളൊന്നും പുറത്ത് വന്നില്ല. അത് ഭയങ്കര സോങ്സ് ആയിരുന്നു. വേണുഗോപാലാണ് എൻ്റെ കൂടെ പാടിയിട്ടുള്ളത്. അതിൽ കുറേ പാട്ടുകളുണ്ട്. അതിൽ ഒരു പാട്ട് സോപാന ഗായക സോപാന ഗായക നീ പാടുമീ ഗീതം സോപാന ഗായക നീ പാടുമീ ഗീതം ഏകാന്തമിൻ മനസ്സിൻ ശ്രീകോവിൽ മുഴങ്ങി ഏകാന്തമിൻ മനസ്സിൻ ശ്രീകോവിൽ മുഴങ്ങി സോപാന ഗായക 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 സോപാന ഗായക. അങ്ങനെ ഒരു പാട്ട്. ഇത് ഞാൻ വെറുതെ ഇപ്പം താളം ഇല്ലാണ്ടാണ് പാടിയത്. ഭയങ്കര പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഇതുപോലെ ഇതിപ്പോൾ അധികം സംഗതികൾ ഇത് ഇത്തിരി സ്പീഡാണ്. സ്പീഡിൽ വരുമ്പോൾ സംഗതികളും സ്പീഡാവും. ഇത് ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് പാടിയത്. ഇതുപോലെ ടഫായിട്ടുള്ള അനവധി പാട്ടുകൾ മാഷിൻ്റേതായിട്ടുണ്ട്. അത് സത്യം പറഞ്ഞ എൻ്റെ തൊണ്ടയ്ക്ക് ഭയങ്കര സാധകമായിരുന്നു. തീർച്ചയായിട്ടും മാം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആര് പാട്ട് പാടാൻ പറഞ്ഞാലും ഒരു വൈമുഖ്യമില്ലാതെ പാടുമായിരുന്നു ചെറുപ്പം മുതലേ, അല്ലേ? അത് തന്നെ നല്ലൊരു സാധകമായിരുന്നു, അല്ലേ? പലപ്പോഴും ആളുകൾക്ക് സാധിക്കില്ല. സിംഗേഴ്സിനോട് പാടാൻ പറഞ്ഞ ഒരു മടിയുണ്ട് പലർക്കും. അത് മാഡത്തിന് ഉണ്ടായിട്ടില്ല? അത് ചില ഒരു സന്ദർഭങ്ങൾ ഞാൻ പറയാം. കുറച്ച് ആൾക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ കുറച്ച് പബ്ലിസിറ്റി, ഒരു ഫെയിം വന്നതിന് ശേഷം കുറച്ച് തിരക്കുള്ള ഒരു സ്ഥലത്ത് നിന്നു സാർ ഒരു പാട്ട് പാടുമോ എന്ന് ചോദിച്ചാൽ വിഷമം ഉണ്ടാവും. അത് കുറച്ച് വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവും. അത് നാച്ചുറലി ഉള്ളതാണ് സത്യം. എനിക്ക് അന്ന് അതില്ല. എനിക്ക് എവിടെ നിന്ന് പാടാൻ പറഞ്ഞാലും ഞാൻ പാടും. അന്ന് അറിയില്ല അതൊന്നും. പാട്ടല്ലേ, അത് ഹമ്പിളായതുകൊണ്ടല്ല, അത് ഞാൻ അങ്ങനെയാണ്, അത്രേ ഉള്ളൂ. എൻ്റെ അടുത്ത് എൻ്റെ അപ്പച്ചൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്, ഞങ്ങളുടെ അടുത്ത് 4 പേരോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പാട്ട് ഇപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് ഞാനൊരു വരി മൂളാണ്, അത് വെറുതെ ഇങ്ങനെ ഉഴപ്പി പാടി കളയരുത്. ആ ഒരു വരി മൂളുന്നുണ്ടെങ്കിൽ അത് മോന് വേണ്ടിയാണ്. അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ പാടാൻ ശ്രമിക്കേ, തന്നെ പെർഫെക്ഷൻ ഉണ്ടാവും. നമ്മൾ വെറുതെ മൂളിയാലും പെർഫെക്റ്റ് ആയിട്ട് വരും. തീർച്ചയായിട്ടും. മനസ്സിലായോ? അത് നമുക്ക് വേണ്ടിയാണ് അത് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ആരെവിടെ വെച്ച് പാടാൻ പറഞ്ഞാലും അത് എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പച്ചൻ പറഞ്ഞിട്ടുള്ളത് എപ്പോൾ നീ പാടിയാലും അത് നിന്റെ തൊണ്ടയ്ക്ക് സാധകമാണെന്ന് ചിന്തിക്കണം. മറ്റുള്ളവർ പാടാൻ പറയുമ്പോൾ അയ്യോ മടി എന്ന് പറയുമ്പോൾ എൻ്റെ തൊണ്ടയുടെ സാധകമാണ് അവിടെ നഷ്ടപ്പെടണമെന്ന് ചിന്തിക്കണം. അങ്ങനെ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ആര് പാടാൻ പറഞ്ഞാലും എനിക്ക് വേണ്ടി ഞാൻ പാടുന്നത്. അവർക്ക് വേണ്ടി എന്നതിലുപരി എനിക്ക് വേണ്ടി ഞാൻ തന്നെ എൻജോയ് ചെയ്ത് പാടുമായിരുന്നു. അങ്ങനെ രാജമണി സാറ് ആണ് ആദ്യമായിട്ട് ഒരു മൂവിയിൽ പാട്ട് തരുന്നത്, അല്ലേ? അത് നമ്മുടെ വേണു നാഗവള്ളി സാറിന്റെ സ്വാഗതം എന്ന സിനിമയിലെ പാട്ട് ട്രാക്കായിരുന്നു. ചിത്ര ചേച്ചിക്ക് വേണ്ടി ട്രാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് അത് ഓക്കെ ആക്കണം എന്ന് തോന്നി. അങ്ങനെ
അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് ഞങ്ങൾക്ക് ഭാഗ്യമായി ഭവിച്ചു. ഒരു നല്ലൊരു എന്താണ് സിനിമ ഗായികയെ ഞങ്ങൾ ഇന്ത്യക്കാർക്ക് സമ്മാനിച്ചു. അതുകൊണ്ട് തന്നെ താങ്ക് യു. പി ജയചന്ദ്രൻ സാറുമായിട്ടുള്ള ഒരു ആത്മബന്ധം. ഞാൻ കൊച്ചിനിലാണല്ലോ, കേരളത്തിലായിരുന്നു ആ സമയത്തൊക്കെ. ഒത്തിരി സ്റ്റേജ് ഷോസ് ചെയ്യുമായിരുന്നു. അപ്പോൾ എന്നെ ഇവിടുന്ന് ജയനങ്ങൾ, ഉണ്ണിമേനൻ ചേട്ടൻ, മർക്കോസ് ചേട്ടൻ, ജോളി എബ്രഹാം ചേട്ടൻ, കൃഷ്ണേന്ദ്രൻ ചേട്ടൻ, വേണു ചേട്ടൻ, പിന്നെ MG ശ്രീകുമാർ ഏട്ടൻ, ഇവരൊക്കെ എന്നെ ഗാനമേളകൾക്ക് വിളിക്കുമായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഷോസ് ഞാൻ ചെയ്യും. അപ്പോൾ ഒരു പ്രാവശ്യം ബോംബെ തരങ്കിണി ഓർക്കസ്ട്രയുടെ ഒരു ഗൾഫ് ടൂറിന് എന്നെ വിളിച്ചു. അപ്പോൾ അന്ന് ഇടയ്ക്കിടയ്ക്ക് ബോംബെ ഓർക്കസ്ട്രയുടെ കൂടെ പോയി പാടുമായിരുന്നു. നമ്മുടെ മരിച്ചുപോയ അബീക്കാണ് ആ ഓർക്കസ്ട്രയ്ക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇടയ്ക്ക് എല്ലാ വർഷവും, ഞാൻ ആദ്യമായിട്ട് പോയതിന് ശേഷം എല്ലാ വർഷവും ബോംബെ തരങ്കിണിയുടെ കുറച്ച് ഷോസിന് വേണ്ടി മാർക്കോസ് ഏട്ടനും ഞാനും ബോംബെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം പ്രോഗ്രാംസ് അടുപ്പിച്ച് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വരും. അപ്പോൾ അവിടുത്തെ ഓർക്കസ്ട്ര കുറച്ച് മലയാളീസ് കൂടിയിട്ടുള്ളൊരു ഓർക്കസ്ട്ര ആയിരുന്നു. അതിൻ്റെ ഓർക്കസ്ട്രയുടെ ഓണർ മണിച്ചേട്ടൻ ഇപ്പം ഇല്ല. പിന്നെ അതിൽ ഉണ്ടായിരുന്ന ഒരാളാണ് നന്ദു പൊതുവാൾ, അപ്പോൾ ഫിലിം ആക്ടർ. അപ്പോൾ അവരൊക്കെ ഒരു ഗ്രൂപ്പ് മലയാളീസിൻ്റെ ഒരു ഓർക്കസ്ട്ര ആയിരുന്നു. അപ്പോൾ അവരുടെ കൂടെയാണ് ഞാൻ ഏറ്റവും ആദ്യം ഗൾഫ് ടൂർ പോയത്. അത് 89-ലാണ്. അന്ന് ഇന്നസെൻ്റ് അങ്കിള്, നെടുമുടി വേണു അങ്കിള്, ഗീത ചേച്ചി, ആക്ട്രസ് ഗീത, വത്സല മേനോൻ, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളും വിത്ത് ഈ ഓർക്കസ്ട്രയും അങ്ങനെയാണ് പോയത്. അപ്പോൾ ആ ഗാനമേളയുടെ വീഡിയോ കാസറ്റ് ജയനങ്ങൾ ഒരു പ്രാവശ്യം കണ്ടു. അപ്പോൾ അതിൽ ഞാൻ താമരക്കുമ്പിളല്ലോ മമഹൃദയം ആ പാട്ട്, പിന്നെ എത്ര പൂക്കാലം ഇനി അരുന്ധതി ചേച്ചിയുടെ പാട്ട്, അത് അങ്ങനെ കുറേ നല്ല പാട്ടുകളൊക്കെ അതിൽ ജാനകിയമ്മയുടെ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അങ്കിളത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അന്ന് ഇന്നത്തെ പോലെ ഫോണൊന്നും ഇല്ലല്ലോ, എൻ്റെ വീട്ടിലൊന്നും ഫോണൊന്നുമില്ല, വിളിക്കാനോ ഒന്ന് സന്തോഷം പറയാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അങ്കിള് ആ കാസറ്റ് കണ്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇളയരാജ സാറിനെ മീറ്റ് ചെയ്തു. അപ്പോൾ സാറിങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ പുതിയ സിംഗേഴ്സ് വന്നാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു എന്നുള്ള ആഗ്രഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്കിളിന് എന്നെ ഓർമ്മ വന്നു. അപ്പോൾ അങ്കിള് പറഞ്ഞു, ഒരു കുട്ടിയുണ്ട്, അപ്പോൾ പെട്ടെന്ന് വിളിക്കാൻ. അപ്പോൾ പെട്ടെന്ന് വരാൻ പറ്റില്ല, നാട്ടിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്തു. അത് കുറേ പറയണമെങ്കിൽ ഇന്ന് മുഴുവനും ഇരുന്ന് പറയണം. അങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ചെന്നൈയിൽ വരുന്നത്. അതിന് മുൻപ് ഒരു റെക്കോർഡിങ്ങിന് വേണ്ടി ജെറി അമൽദേവ് സാറിൻ്റെ വർക്കിന് വേണ്ടി സാറിൻ്റെ വീട്ടിൽ തന്നെ താമസിച്ച് അങ്ങനെ കുറച്ച് പാട്ടുകൾ ഞാൻ റെക്കോർഡിങ്ങിന് ചെന്നൈയിൽ വന്നിട്ടുണ്ട് ആദ്യം. അപ്പോൾ ആകെ പരിചയമുള്ളൊരു വീട് ജെറി സാറിൻ്റെ വീടാണ്. അങ്ങനെ ഞാനും അപ്പച്ചനും സാറിൻ്റെ വീട്ടിൽ വന്നു. ജയനങ്ങൾ അവിടെ വന്ന് ഞങ്ങളെ രാജ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വെറുതെ അങ്ങനെ പറഞ്ഞ് പോകാം, പക്ഷെ അതൊക്കെ എത്രമാത്രം അദ്ദേഹം എത്ര വലിയ സിംഗറാണ്. എന്നെ പോലെ ഒരു തുടക്കക്കാരിയെ അത് ചാൻസ് കിട്ടോ ഇല്ലയോ എന്ന് പോലും ഒരു ഉറപ്പില്ലാത്ത ഒരാളെ ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു മനസ്സ് അതെല്ലാവർക്കും ഉള്ളതല്ല. അവിടെയാണ് ജയനങ്ങൾ ഡിഫറെൻ്റ് ആകുന്നത്. നല്ലതിനെ നല്ലത് എന്ന് പറയാൻ ഒരു മടിയില്ലാത്ത ഒരാളായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ജയചന്ദ്രൻ സാറ് വളരെ ടഫാണെന്നും വളരെ എന്താണ് അപ് ടു ദ പോയിന്റ് ആണെന്നും കേട്ടിട്ടുണ്ട്. പലർക്കും പേടിയാണ് സാറിനെ. അങ്കിളിന് എന്തോ എന്നോട്, ഞാൻ അങ്കിളിൻ്റെ മോളെ പോലെ തന്നെയായിരുന്നു. ഒരിക്കൽ പോലും എന്നോട് അങ്കിൾ ദേഷ്യപ്പെട്ടിട്ടില്ല. എപ്പോഴും ചിരിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. എപ്പോഴും തമാശകൾ പറയും. എപ്പോഴും എന്നെ കൊണ്ട് പാടിച്ചോണ്ടേയിരിക്കും. ആ പാട്ട് പാടൂ, ഈ പാട്ട് പാടൂ, ഇന്ന പാട്ട് പാടും, അല്ലെങ്കിൽ അങ്കിൾ ഇങ്ങനെ പാടിത്തരും ഓരോ പാട്ടുകൾ. ഇത് അടുത്ത പ്രാവശ്യം ഞാൻ കാണുമ്പോൾ നീ പാടി കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ടേപ്പ് കൊണ്ടുവന്ന് തരും.
അങ്ങനത്തെ ഒരു എന്താ പറയാ, എനിക്കത് അങ്കിളിനെ കുറിച്ച് പറയാൻ അറിയില്ല അധികം. കാരണം അത്രമാത്രം എന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് വിശ്വസിക്കണം എന്നില്ല. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ജനങ്ങൾ വേറൊരാൾ. രാജാ സാറിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യം പാടിയ പാട്ട് ലവ് എന്ന ലവ്. അപ്പോൾ രാജാ സാറ് പറഞ്ഞെന്ന് പറഞ്ഞു, ആദ്യം പാട്ട് പാടി തമിഴ് സോങ് പാടി കഴിഞ്ഞപ്പോൾ തമിഴ് പാടിയിട്ടുണ്ടോ അല്ലേ? കാരണം നമ്മൾ മലയാളികള് തമിഴിൽ ഒരു പാട്ട് പാടുമ്പോൾ എങ്ങനെയാണെങ്കിലും അതിൻ്റെ ഒരു ആക്സെന്റ് ഉണ്ടാവും. അത് എങ്ങനെ, അത് ആ പ്രാക്ടീസ് കൊണ്ടായിരിക്കും അല്ലേ അത് അച്ചീവ് ചെയ്തത്? ആ വാക്കുകളുടെ ഒരു കൃത്യത അല്ലേ? പ്രാക്ടീസ് എന്ന് പറയണതാണോ എനിക്കറിയില്ല. കുട്ടിക്കാലം തൊട്ടേ തമിഴ് പാട്ടുകളും പാടിയിരുന്നത് കൊണ്ട്. തമിഴ് പാട്ടുകൾ ഞാൻ അങ്ങനെ അത്ര അധികം പാട്ടൊന്നും പാടിയിട്ടില്ല. പക്ഷെ അതിന് ഈ രാജാ സാറിൻ്റെ അടുത്ത് എത്തുന്നതിന് മുൻപ് ഞാൻ തമിഴ് പാടി എന്ന് പറയാം. കാരണം കുറച്ച് ജിങ്കിൾസ് ഒക്കെ പാടിയിട്ടുണ്ട്. അത് CACയിലെ ഓർഗനിസ്റ്റ് ആയിരുന്ന ലിപ്സൺ ചേട്ടൻ്റെ കുറേ പരസ്യങ്ങൾ ഞാൻ തമിഴ് പാടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ജോളി ഇബ്രഹാം ചേട്ടൻ്റെ കുറേ കാസറ്റുകൾ വേളാങ്കണ്ണി ചർച്ചിന് വേണ്ടിയിട്ട് തമിഴ് അങ്ങനെ പാടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വാക്കുകളൊക്കെ അങ്ങനെ അറിയാം. പിന്നെ സ്റ്റേജ് ഷോസിന് നമ്മൾ തമിഴ് പാട്ടുകൾ പഠിച്ചു പാടും. അതെല്ലാ വാക്കൊന്നും കറക്റ്റൊന്നും ആയിരിക്കില്ല. പണ്ടൊക്കെ അങ്ങനെ അറിയില്ലല്ലോ, കേൾക്കുന്നത് എഴുതിയെടുത്ത് പാടണമെന്നല്ലാതെ. പക്ഷെ അതിന് ശേഷം ഞാൻ ആ പാട്ടുകൾ വളരെയധികം തെറ്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പം അത് അറിയാതെ പാടുന്നതാണ്. പക്ഷെ തമിഴ് എന്നുള്ളൊരു ഭാഷ എനിക്കിഷ്ടമാണ്. പിന്നെ വേറൊരു വശം എന്ന് പറയണത്, എൻ്റെ അമ്മച്ചി കുറച്ചൊക്കെ തമിഴ് പറയും. ചെറുതില്ല, അമ്മച്ചിയുടെ നെയ്ബേഴ്സൊക്കെ കുറേ പട്ടന്മാരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കോളനിയിലാണ്. അങ്ങനത്തെ ഒരു സ്ഥലമാണ് അമ്മച്ചിയൊക്കെ താമസിച്ചിരുന്നത്. അപ്പം അങ്ങനെ അറിയാം. പിന്നെ അതുകൂടാതെ അമ്മച്ചിക്ക് ഭയങ്കരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. അത് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. അമ്മച്ചി ഭയങ്കര രസമായിരുന്നു. എന്ന് വെച്ചാൽ മൂവീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിലെ കോമഡിയൊക്കെ ഞങ്ങൾ ആക്ട് ചെയ്ത് മൊത്തത്തിൽ ഒരു കലാകുടുംബം ആക്ട് ചെയ്ത് കാണിക്കും. അസലായിട്ട് പാടുമായിരുന്നു, നന്നായി പാടുമായിരുന്നു. ആദ്യമൊക്കെ നമ്മുടെ വീട്ടിൽ റേഡിയോ അല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുമല്ലോ, എല്ലാ സമയവും റേഡിയോ ഒന്നും കേൾക്കാൻ പറ്റില്ലല്ലോ. അപ്പം അമ്മച്ചി ഈ പാട്ടുകളെല്ലാം കേട്ട് പഠിച്ചു വയ്ക്കും. അപ്പം ഞങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും, ഞങ്ങളും കേട്ട് പഴക്കം വന്നിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും തെറ്റുപാടി അമ്മച്ചി കറക്റ്റായിട്ട് പറഞ്ഞു തരും. അത് അത്ര രസമായിട്ട് പാടുമായിരുന്നു. അതുപോലെ പഴയ പാട്ടുകളൊക്കെ, ജാനകിയമ്മയുടെ പാട്ടുകളൊക്കെ അമ്മച്ചിയാണ് ഞങ്ങളെ കറക്റ്റ് ചെയ്ത് തരിക. ശരി, എനിക്കറിയില്ലായിരുന്നു അമ്മച്ചി പാടുമായിരുന്നു. അസലായിട്ട് പാടുമായിരുന്നു. അമ്മച്ചിയുടെ വീട്ടിലെല്ലാവരും പാടും. അമ്മച്ചിയുടെ ബ്രദേഴ്സൊക്കെ അസലായിട്ട് പാടും. അവരുടെ മക്കളും നന്നായിട്ട് പാടും. അപ്പോൾ അങ്ങനെ ഒരു ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദറിന് വന്നാൽ ഫുൾ പാട്ടായിരിക്കും. പാട്ടും തമാശകളും മാത്രം. പാട്ടും തമാശ സ്നേഹവും, അത്രേ ഉള്ളൂ. അപ്പൊ രാജാ സാറിന് വേണ്ടിയിട്ട് ഒരുപാട് പാട്ടുകൾ പാടി, ഒരുപാട് നല്ല നല്ല പാട്ടുകൾ. പിന്നെ AR റഹ്മാൻ, അത് മാമിന്റെ ജീവിതത്തിലെ വളരെ ഒരു ആത്മബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു അല്ലേ AR റഹ്മാൻ? ചിന്ന ചിന്ന ആശയായി ആത്മബന്ധം എന്ന് പറയാം. അത് അമ്മയായിട്ടായിരുന്നു കൂടുതലും സാറിൻ്റെ. അത് ഞാൻ ഈ പാട്ട് പാടി ഇത് പോപ്പുലറായി അതിനുശേഷം വന്ന വിഷമങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. പാടിക്കൊണ്ടിരിക്കെ തന്നെ ശബ്ദം പോയതൊക്കെ. അപ്പോഴൊക്കെ അമ്മ എന്ന് പറയുന്ന ഒരാൾ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ മകൾക്ക് ഒരു അസുഖം വന്നാൽ എങ്ങനെ സപ്പോർട്ട് കൊടുക്കും? എന്നെ ദർഗകളിലൊക്കെ പ്രേയറിന് അമ്മ കൊണ്ടുപോകുമായിരുന്നു. ഒരുപാട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അമ്മയാണത്. അതാണ് എനിക്ക് അമ്മയുടെ ഉള്ളൊരു ഇത്. സാറുമായിട്ട് അങ്ങനെ ഞാൻ അധികം സംസാരിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് പോകും, പാട്ട് പറഞ്ഞു തരും, ഞാൻ പഠിക്കും, ഞാൻ പാടും, ഞാൻ പോരും. വളരെ കുഴപ്പമായിരുന്നു ആളല്ലേ? സാറിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭയങ്കര സ്പീഡാണ് സംസാരമൊക്കെ. ചിലപ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല പറഞ്ഞാൽ, ഞാനൊന്നും മിണ്ടാതെ. അങ്ങനെ ആയിരുന്നു ഞാൻ അന്ന്. എന്നുവെച്ചാൽ ഒന്ന് സംസാരിക്കാനൊക്കെ പേടിയാ. പേടി മീൻസ് അതും ചെറിയൊരാള്, ഞാനും ചെറിയൊരു കൊച്ച്. അപ്പം അങ്ങനെ അപ്പച്ചൻ അതൊക്കെ സ്ട്രിക്റ്റ് ആയിരുന്നു. നമ്മളോട്
നമ്മുടെ വർക്ക് വൈസ് എന്തൊക്കെ പറയുന്ന അത് ചെയ്യാന്നല്ലാതെ അതെ അതെ എക്സ്ട്രാ ഒരു സംസാരമൊന്നും ആരോടും ഇല്ല. അന്നില്ല. ഇപ്പോഴാണ് ഞാൻ കുറേയൊക്കെ സംസാരിച്ച് തുടങ്ങിയതൊക്കെ. അതെ അതെ അപ്പൊ അന്നൊന്നും ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയും എന്നല്ലാതെ അധികം സംസാരിക്കാറുണ്ടായിരുന്നില്ല. എല്ലാം അപ്പച്ചനാണ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കണതൊക്കെ. അപ്പം അമ്മയാണ് എനിക്ക് ഏറ്റവും ഇൻറ്റിമേറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റും. സാറ് കാരണമാണ് ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നത്. കാരണം ഈ ഷോ തന്നെ ചിന്ന ചിന്ന ആസൈ എന്നുള്ളൊരു പേരിലാണ്. അത് ഒരു വശം. വേറൊരു വശം മിൻമിനി എന്നുള്ള പേര്. ആ പേര് എനിക്ക് വന്നത് എൻ്റെ രാജ സാറാണ്. അപ്പൊ രണ്ടുപേരും എനിക്ക് രണ്ടുപേരും എനിക്ക് ഒരുപോലെ, രണ്ട് കണ്ണുപോലെ തന്നെ. അതെ അതെ. ഈ ചിന്ന ചിന്ന ആശായി അത് എവർഗ്രീൻ സോങ് തന്നെ. പക്ഷെ അത് എ.ആർ. റഹ്മാൻ സാർ തരുമ്പോ അത് നിന്നെപ്പോലെ ഒരു പെൺകുട്ടി പാടുന്ന ഒരു ഭാവം അങ്ങനെ ഒന്നും പറഞ്ഞു തരാതെ കയ്യിലേക്ക് തരികയാണ്. പക്ഷേ വെൽ കമ്പോസ് ചെയ്യുമ്പോൾ അതിന്റെ ട്യൂണിങ്ങിനെ ആയിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാലും അതിന് മാം കൊടുത്ത ഒരു ഭാവം ഉണ്ടല്ലോ, ഒരു ഭാവമില്ല. പക്ഷെ ഞങ്ങൾക്ക് അതിന് ഒരുപാട് ഭാവങ്ങൾ ഉള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതാണ് ആ പാട്ടിന്റെ സ്പെഷ്യാലിറ്റി. അത് മാമിന്റെ ഒരു സിഗ്നേച്ചർ അതില് നല്ല രീതിയിൽ പതിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അതൊരു ബ്ലെസ്ഡ് സോങ് ആണ്. അതെ അതെ. എത്ര വർഷമായി? 92 പാടിയ പാട്ടാണത്. 92 റിലീസായി. അതെ. 92 തുടങ്ങി ഈ 2025 ആ പാട്ടിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരെന്താണ്? പിന്നെ തീർച്ചയായിട്ടും ബ്ലെസ്ഡ് സോങ് ആണത്. അത്ര എനിക്ക് പറയാൻ അറിയുള്ളൂ. അല്ലാതെ അത് എൻ്റെ കഴിവെന്നോ സാറിന്റെ കഴിവെന്നോ അതിന്റെ പ്രൊഡ്യൂസറാണോ സിനിമയാണോ ഇത് ഏതാണ് ഇതില് വലുത് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ എല്ലാം ബ്ലെസ്ഡ് ആയിട്ട് വന്ന ഒരു സമയം, സന്ദർഭം, ഒരു സംഭവം, അത്രേ ഉള്ളൂ. അല്ല, അങ്ങനെ പറയുമ്പോ മാമിന്റെ ലൈഫ് തന്നെ മാം വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫല്ലേ. അതായത് ഒരുപാട് സിംഗേഴ്സ് നല്ല കഴിവുള്ളവരായിരിക്കാം, രാജ സാറിനെ ഒരു നോക്ക് കാണാൻ, അല്ലെങ്കിൽ ഒരു പാട്ട് പാടി കേൾപ്പിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഇത്ര പ്രഗത്ഭരായ സംഗീതജ്ഞരുടെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് എത്രയോ പേര് കാത്തു നിൽക്കുന്നു. പക്ഷെ മാമിന് ഭയങ്കരമായ ഒരു ബ്ലെസ്സിങ് ആണ്. മാം സാധാരണ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണെന്ന് മാം പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ആ ജീവിത വഴികളിൽ ഇങ്ങനെയുള്ളവരെയൊക്കെ മീറ്റ് ചെയ്യാനും അവരിൽ നിന്നെല്ലാം ബ്ലെസ്സിങ്സ്, എല്ലാവരെയും വളരെ പോസിറ്റീവായി കാണുന്ന ഒരാളാണ് മാം. അത് ഞാൻ വളരെ ശ്രദ്ധിച്ചു. ഒരു പരാതികളോ ആരെക്കുറിച്ചോ ഒരു പരാതിയോ ഒരു സങ്കടമോ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. എല്ലാവരുടെയും അനുഗ്രഹവും ഇഷ്ടവും നേടിയ ഒരു വ്യക്തിയാണ്. പക്ഷെ എന്തോ ദൈവികമായ എന്തോ ഒരു ഭയങ്കര ഒരു സത്യമായിട്ടുണ്ട്. അതിന് വേറൊരു ഇൻസിഡന്റും കൂടി പറയേണ്ടി വരും. ഞാൻ ഈ ഭൂമിയിൽ ശരിക്കും ജീവിച്ചിരിക്കേണ്ട ആളല്ല. ജനിച്ച ഉടനെ, അതായത് എന്നെ പ്രസവിക്കാൻ ആ സമയമായപ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര ഹൈ BP ആയി. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് തന്നെ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അമ്മച്ചീനെ എത്തിക്കുന്നത്. അന്നാണെങ്കിൽ ബന്ധാണ്. അപ്പോൾ അപ്പച്ചൻ്റെ കമ്പനിയിലെ ആംബുലൻസിലാണ് അമ്മച്ചീനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അവിടെ നിന്ന് അന്ന് ഇതുപോലെ എന്താ പറയുക, ഫോണില്ലല്ലോ, ഫോണില്ലാന്ന് ഞാൻ പറയാം. 1970 കാര്യമാണ്. സാധാരണ ഒരു വീടുകളിലൊന്നും അന്ന് ഫോണില്ല. അപ്പോൾ ഹോസ്പിറ്റൽ എടപ്പള്ളി സെൻറ്റ് ജോർജ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ലേബർ റൂമിൽ പോയി കയറ്റി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ വന്ന് പറഞ്ഞു, 2 പേരെയും കിട്ടൂല, കുട്ടിയെയും അമ്മയും കിട്ടാൻ സാധ്യത കുറവാണ്, ചിലപ്പോൾ ഒരാളെ കിട്ടും, ചിലപ്പോൾ നിങ്ങൾ നല്ലോണം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മച്ചി മരിച്ചു എന്ന് പറഞ്ഞിട്ട് പുറത്ത് വന്ന് പറഞ്ഞു. അവിടെ നിന്ന് അമ്മച്ചിയുടെ ബ്രദറും 2 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അപ്പച്ചി അവിടെ തന്നെ, എൻ്റെ അപ്പച്ചനെ അവിടെ തന്നെ ഇരുന്നു.
അത് ഒരു 2 ബ്രദേഴ്സിൽ ഒരാൾ ബന്ധാണെന്ന് ഓർക്കണം. എടപ്പള്ളി ഹോസ്പിറ്റലിൽ നിന്ന് ഏലൂർ, കളമശ്ശേരി വഴി ഏലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തണം. അവിടെയാണ് ഞങ്ങളുടെ വീട്. ആളവിടെ പോയി അമ്മച്ചി മരിച്ചു എന്നുള്ള വാർത്ത പറയും. അവിടെ മരിച്ച ഡെഡ് ബോഡി കൊണ്ടുവരുമ്പോൾ കിടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യും. എല്ലാം വിരിച്ചു, ബെഡൊക്കെ കട്ടിലൊക്കെ എടുത്തിട്ടു, വൈറ്റ് ക്ലോത്തൊക്കെ വിരിച്ചു, തിരികൾ വയ്ക്കാനുള്ള ക്യാൻഡിൽ സ്റ്റാൻഡെല്ലാം കൊണ്ടുവന്ന് വെച്ചു. പള്ളി തൊട്ടടുത്താണ്. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുകയാണ്. ഈ ആൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പുറപ്പെട്ട സമയത്ത്, പുറപ്പെട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ. ഈ പോയ ആൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അറിയിപ്പും കൊണ്ട് ആൾ പോയി. പുറകെ ഒരാൾക്ക് പോകാൻ വണ്ടിയില്ല, ബന്ധാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊച്ചിൻ്റെ കരച്ചിൽ കേട്ട് അവിടുത്തെ ഒരു അപ്പച്ചനെ എപ്പോഴും പറയും, ഭയങ്കര കൂനുള്ളൊരു ഹെഡ് നേഴ്സായിരുന്നു അന്ന്. അവർ ഓടി വന്നപ്പോൾ, അതായത് ഡെഡ് ബോഡി മാറ്റിയിട്ടേക്കാണ്, ലേബർ റൂമിൽ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടേക്കുക. അമ്മച്ചി പ്രസവിച്ചേക്കാണ്. അമ്മച്ചിയും ജീവനോടെ ഇരിക്കണു, ഞാനും. അങ്ങനെ ജനിച്ച ആളാണ് ഞാൻ. ഇത് വിശ്വസിക്കുവോ? ആരെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കില്ല. ഇത് വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ കണ്ട ദൃക്സാക്ഷിയാണ് എൻ്റെ നേരെ മൂത്ത ചേച്ചി. എൻ്റെ ചേച്ചി എന്നിൽ 5 വയസ്സിന് മൂത്ത ആളാണ്. ചേച്ചി ഈ സംഭവങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ഇത് ഈ വെള്ള ക്ലോത്ത് വിരിക്കുന്നതും തിരി കൊണ്ടുവന്ന് വെക്കുന്നതും ആൾക്കാർ കരയണതും ഇതൊക്കെ ചേച്ചി കണ്ടിട്ടുണ്ട്. അപ്പൊ ചേച്ചി ഇതൊക്കെ മനസ്സിലുണ്ടാവുമല്ലോ, കുഞ്ഞല്ലേ. പിന്നെ അങ്ങനെ ജനിച്ച ആളാണ് ഞാൻ. അപ്പൊ അവിടുന്ന് ദൈവം അത് എനിക്ക് ദൈവത്തെ മറന്ന് എനിക്ക് ഒരു നിമിഷമില്ല. എൻ്റെ ശ്വാസം മൊത്തം ദൈവത്തോടുള്ള നന്ദിയാണ്. അപ്പൊ അമ്മച്ചി എന്നോട് പറയും, എൻ്റെ ശബ്ദം പോയ സമയത്താണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ വല്ലാണ്ട് വിഷമിച്ച് ഒക്കെ കരയുമല്ലോ നമ്മൾ വീട്ടിൽ. അമ്മച്ചി കാണാണ്ടൊക്കെ ഞാൻ കരഞ്ഞാലും അമ്മച്ചിക്ക് അറിയാമല്ലോ ഞാൻ കരയണമെന്ന്. അപ്പം അമ്മച്ചി വന്ന് സമാധാനിപ്പിക്കും, മോനെ മരിച്ചുപോയ അമ്മച്ചിയാണ് ഈ ജീവനോടെ ഇരിക്കണത്, അതിന് കാരണക്കാരി നീയാണ്. നീ പുറത്തേക്ക് വരണം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. നിന്റെ ആ വെപ്രാളത്തിലാണ് ഞാൻ പിന്നീട് ജീവൻ വെച്ച് എനിക്ക് ജീവൻ ഉണ്ടായത്. അപ്പൊ എനിക്ക് ജീവൻ തന്നുകൊണ്ടാണ് നീ ജനിച്ചത്. അങ്ങനെയുള്ള മോനെ ഒരിക്കലും ദൈവം ഒരു വിഷമം വരുത്തൂല. ഇതൊക്കെ കടന്നു പോയി കഴിയുമ്പോൾ നിനക്കൊരു നല്ല 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 കാര്യങ്ങൾ നിന്റെ ലൈഫിൽ ഉണ്ടാകും എന്ന് അമ്മച്ചി പറയും. അല്ല, അത് തന്നെ ഒരു മിറാക്കിൾ പോലെയാണ് ഞാൻ പറയുന്നത്. 7-8 വർഷം ഞങ്ങൾക്ക് നഷ്ടമായി മാമിനെ. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ 7-8 വർഷം നമ്മൾ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുന്ന 7-8 വർഷമല്ല, ഒരു 30 വർഷം കൂട്ടിക്കോ. അതിൽ ഇടയ്ക്ക് ഒരു പാട്ട് 2 പാട്ടൊക്കെ പാടുന്നല്ലാതെ എൻ്റെ ഫുൾ കോൺഫിഡൻസിൽ ഞാൻ പാടിയിട്ടില്ല. ഒരു 30 വർഷത്തോളം ആയിരുന്നു. പക്ഷെ ഞാൻ സന്തോഷത്തിലായിരുന്നു. എന്നെ അതുപോലെ കെയർ ചെയ്യുന്ന വീടാണ്, വീട്ടുകാരാണ്, എൻ്റെ ഹസ്ബൻഡാണ്, എൻ്റെ മക്കളും നല്ല മക്കളാണ്. അപ്പം അതുകൊണ്ട് ഈ 30 വർഷം കടന്നുപോയത് ഞാൻ അറിഞ്ഞിട്ടില്ല ശരിക്കും. വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അസുഖങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലെല്ലാം എന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ സഹായിച്ചു എന്നല്ല പറയണ്ടേ, ആ എനർജി എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയത്. എൻ്റെ കൂടെ ഉള്ള എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കള് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു. ഞങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട് നല്ല നല്ല പാട്ടുകൾ പാടി വീണ്ടും തിരിച്ചു വന്നു എന്നുള്ളത് അത് ദൈവാനുഗ്രഹം തന്നെയാണ് അല്ലേ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ ഒരു എന്താണോ ഭയങ്കരമായ ഒരു അനുഗ്രഹമുള്ള ഒരു വ്യക്തിത്വമാണ് ശരിക്കും. ഇതൊക്കെ പറഞ്ഞു വരുമ്പോ തന്നെ ചെറിയൊരു ഒരു മലയാളികൾക്ക് ഒരു ചെറിയൊരു കെറിവുണ്ട്. തമിഴിലാണ് ഒരുപാട് പാട്ടുകൾ പാടിയിരിക്കുന്നത്. മലയാളത്തിൽ പാടി വെച്ചിരിക്കുന്ന പാട്ടുകളൊക്കെ അതിമനോഹരമായ പാട്ടുകൾ. വിയറ്റ്നാം കോളനിയില് ഒക്കെ പാടിയിരിക്കുന്ന പാതിരാ വൈകുന്നേരം,
ഇതൊക്കെ എത്ര ജനറേഷൻസിനും മടുക്കാത്ത അല്ലെങ്കിൽ പഠിക്കാനുള്ള കുറേ കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ഒരു പരാതി ഞങ്ങൾ മലയാളികൾക്കുണ്ട്. പരാതി വേണ്ട. കാരണം എനിക്ക് മലയാളം തമിഴെന്ന് എനിക്ക് വ്യത്യാസമില്ല. എനിക്കെല്ലാം സംഗീതമാണ്. അതെ അതെ. എനിക്ക് പാടാൻ കിട്ടുന്ന അവസരങ്ങൾ ഞാൻ നന്നായിട്ട് ഉപയോഗിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ വേണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ മലയാളികൾ എല്ലാ ഭാഷയും കേൾക്കും, അതുകൊണ്ട് പരാതി വേണ്ട. പിന്നെ ജോൺസൺ മാഷിന്റെ കൂടെ അല്ലെ, ജോൺസൺ മാഷിനെ മീറ്റ് ചെയ്യുന്നത് തന്നെ വളരെ ഒരു യാദർച്ഛികമായിട്ടാണ്. ജോൺസൺ മാഷാണെന്ന് അറിഞ്ഞല്ല കൂടെ പാടിയത് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ കൂടെയുള്ള വർക്കുകൾ എങ്ങനെയായിരുന്നു? ഭയങ്കര വാത്സല്യമായിരുന്നു ജോൺസൺ ചേട്ടന്. അത് പാടാൻ ചെല്ലുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, നമ്മൾ ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക, എന്നെ മിക്കവരും അങ്ങനെ തന്നെയാണ്. ഒരു അന്നുണ്ടായിരുന്ന സിംഗേഴ്സിൽ വെച്ച് ഏറ്റവും ചെറിയ ആൾ ഞാനല്ലേ. അപ്പോൾ ആ ഒരു വാത്സല്യം എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതും ഒരു ബ്ലെസ്സിങ് ആണ് ശരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ എവിടെ ചെന്നാലും എനിക്കൊരു ദൈവത്തിൻ്റെ കരങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. അത് എനിക്കത് വിസിബിളാണ് പല പല സന്ദർഭങ്ങളിലും. അപ്പം ജോൺസേട്ടൻ പാട്ടുകൾ പാടിക്കഴിയുമ്പോൾ നീ എന്താ പാടി വെച്ചതെന്ന് ചോദിക്കും. നന്നായി പാടി അങ്ങനെയല്ല പറയില്ല, നീ എന്താ പാടി വെച്ചേക്കണേ ചോദിച്ചിട്ട് പോവും. അപ്പം അത്രയും ഇൻറ്റിമേറ്റാണ്. ശരിക്കും നമ്മുടെ ഒരു വലിയേട്ടനെ പോലെ നമ്മളെ സ്നേഹിക്കുകയും എന്താ പറയുക, എനിക്കത് പറയാൻ വാക്കുകളില്ല ജോൺസേട്ടനെ കുറിച്ച്. അതുപോലെ ആയിരുന്നു എന്നോട്. തീർച്ചയായിട്ടും. വേറൊരു പാട്ട് സൗപർണിക, ആ പാട്ട് ആദ്യം പാടിയിട്ട് ശരിയായില്ല, പിന്നീട് യേശുദാസ് സാറ് പറഞ്ഞിട്ട് രവീന്ദ്രൻ മാഷ് വീണ്ടും വിളിച്ച് പാടിച്ചു. എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് ആ പാട്ട്. അത് രണ്ടാമത് പാടിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കതൊരു വലിയ നഷ്ടമായി മാറിയത്. അല്ല, അതിലും നഷ്ടം നഷ്ടമെന്നല്ല, അത് വേറൊരു ശബ്ദത്തിൽ നമ്മൾ കേൾക്കും, അത്രേ ഉള്ളൂ. അത് എന്നാലും നമ്മുടെ അടുത്തുള്ള ശബ്ദങ്ങളെല്ലാം മനോഹര ശബ്ദങ്ങളാണ്. അതിലായിരിക്കും വന്നിരിക്കുക. ചിത്ര ചേച്ചിയോ സുജാ ചേച്ചിയോ ആരെങ്കിലും പാടും. പക്ഷെ എനിക്ക് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതാണ് അത് തിരിച്ച് എന്നിലേക്ക് തന്നെ വരാൻ കാരണം. അതും ആ ഒരു ബ്ലെസ്സിങ് തന്നെയല്ലേ? ആണ്, തീർച്ചയായിട്ടും. അങ്ങനെ സാധാരണഗതിയിൽ അങ്ങനെ ഒന്നുകൂടി വിളിച്ച് ടേക്ക് എടുക്കൂ എന്ന് പറയുക അത് സാധാരണ കുറവാണ് അല്ലേ? അതും രവീന്ദ്രൻ മാഷൊക്കെ. അതെ, അതാണ് അതിശയപ്പെടുത്തിയത് ശരിക്കും. സൗപർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ ജഗദംബികേ മൂകാംബികേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് അത്. മാം പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം 12-13 പാട്ടുകൾ വരെ പാടിയിട്ടുണ്ടെന്ന്. പക്ഷെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഈ പാടുന്നവർ പറയും വോയിസ് റെസ്റ്റ് വേണം, അതുപോലെ അല്ലെ ഇത്രയധികം പാട്ടുകൾ പാടുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട്? അന്നൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് അന്നത്തെ അതെല്ലാ സിംഗേഴ്സിനും അതെ, ചിത്ര ചേച്ചിയൊക്കെ അങ്ങനെ പാടിയിട്ടുണ്ട്, പക്ഷെ അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. അത് അവരുടെ എളിമ കൊണ്ട് പറയാത്തതാണ്. ചിത്ര ചേച്ചിയൊക്കെ പാടിയിട്ടുണ്ടാവും, ബാലുങ്ങൾ പാടിയിട്ടുണ്ടാവും, ദാസങ്ങൾ അങ്ങനെ പാടിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ആൾ കുറച്ച് കെയർ എടുക്കുന്ന ആളാണല്ലോ. മനോണ്ണൻ അവരൊക്കെ അങ്ങനെ പാടിയിട്ടുണ്ടാവും, ഞാൻ മാത്രമല്ല. അപ്പം ഞാൻ അങ്ങനെ പാടിയെന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ശബ്ദം പോയി എന്നിങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഞാനത് പറയുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് ഒരു പാട്ട് അന്ന് പഠിച്ച് പാടാൻ മാക്സിമം 1.5 മണിക്കൂർ മതി.
ചിലപ്പോൾ 1 മണിക്കൂർ മതി ചില പാട്ടുകൾ, ഓക്കെ. ചിലപ്പോൾ അരമണിക്കൂർ മതി. മനസ്സിലായോ? അപ്പോൾ ഈ സ്റ്റുഡിയോസ് AVM, കോതണ്ടപാണി, AVM സ്റ്റുഡിയോസ് തന്നെ ഒരു വലിയ ഏരിയ ആണ്. അത് AVMG, AVM RR, AVMC, AVME, AVM ഓഡിയോ, ഇങ്ങനെ 5 സ്റ്റുഡിയോസ് തന്നെ. അത് വേറെയും ഉണ്ടാവാം. ഞാൻ ഇത്രയും സ്റ്റുഡിയോസിലേ പോയിട്ടുള്ളൂ. അവിടെ ഇത്രയും സ്റ്റുഡിയോസ് അടുത്തടുത്താണ്. അപ്പോൾ AVMGയിലായിരിക്കും ചിലപ്പോൾ ആദ്യം. അവിടെ ഒരു അത് വിത്ത് ഓർക്കസ്ട്ര അല്ല കേട്ടോ ഈ 12 പാടി എന്ന് പറയണത്. വിത്ത് ഓർക്കസ്ട്ര മിക്കവാറും ഞാൻ രാജാ സാറിൻ്റെ അടുത്താണ് പാടാറ്. മറ്റതെല്ലാം വോയിസ് മിക്സിംഗ് ആയിരിക്കും. പാട്ടുകൾ അവർ എടുത്തു വെച്ചിട്ടുണ്ടാവും. ജസ്റ്റ് പോവുക, പാട്ട് എഴുതുക, പഠിക്കുക, അപ്പം തന്നെ പാടുക. അപ്പം അത് അരമണിക്കൂർ, 3/4 മണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂർ, ചിലപ്പോൾ 1.5 മണിക്കൂർ, ഭയങ്കര ടഫൊക്കെ ആണെങ്കിൽ. അതിൽ കൂടുതൽ ഒരു പാട്ട് പാടാൻ എടുത്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അങ്ങനെ ആവുമ്പോൾ ഇത് പോസിബിൾ അല്ലേ? ഇതുപോലെ ഇത് എൻ്റെ മാത്രമല്ല കാര്യം. ഇങ്ങനെ ഇത്രയും സിംഗേഴ്സൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ സ്റ്റുഡിയോ കഴിഞ്ഞ അടുത്ത സ്റ്റുഡിയോ വിജയ ഗാർഡൻസ്, അതല്ലെങ്കിൽ കോതണ്ടപാണി, അല്ലെങ്കിൽ പ്രസാദ്, ഇങ്ങനെ എല്ലാ സ്റ്റുഡിയോസും അടുത്തടുത്താണ്. അപ്പോൾ പോയി പാടാം, എത്ര വർക്ക് വേണമെങ്കിലും പാടാം. അങ്ങനെയായിരുന്നു. അപ്പം നമ്മളിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത മണിക്കൂറിൽ വിളിച്ചപ്പോൾ കൂടെ. അപ്പോൾ ഒന്നും അങ്ങനെ സ്ട്രെയിനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ കൂളായിട്ട് പാടും. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് ചോദിക്കാൻ. എനിക്കറിയാം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷേ സമയത്തിന്റെ ഒരു പരിമിതി കൊണ്ട് നമുക്കിത് ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരികയാണ്. ഇനിയും ഒരുപാട് ബ്ലെസ്ഡ് ആണ്. അപ്പൊ ഇനിയും ഒരുപാട് മധുരം നിറഞ്ഞ ഗാനങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഒരു അനുഗ്രഹമാണ് മാം. നിങ്ങളുടെ അനുഗ്രഹം എനിക്കും വേണം. പ്രാർത്ഥനകൾ വേണം. നിങ്ങളുടെയൊക്കെ എന്താ പറയുക, ഞാൻ പാടാതിരുന്ന അവസരങ്ങളിൽ അത് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആ സമയങ്ങളിൽ എന്നെക്കുറിച്ച് അയ്യോ പാടാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഒരാൾ ഓർത്തിട്ടുണ്ടെങ്കിൽ പോലും അതൊരു പ്രാർത്ഥനയായിട്ട് ദൈവം കരുതിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഓരോരുത്തർക്കും നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു. 92.3